ഓണത്തിന് ശേഷം പല വീടുകളിലായിട്ട് കക്കോടി, എലത്തൂർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റ്, കാക്കൂർ ലിമിറ്റ്, ചേവായൂർ ലിമിറ്റിൽ പല വീടുകളിൽ നിരന്തരമായി മോഷണം നടക്കുമായിരുന്നു. ഇതൊരു ചെറിയ മോഷണങ്ങളായാലും വലിയ മോഷണമായാലും ശരി, ഒരു വീട്ടിൽ ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് രാത്രി സമയം വീട് പൂട്ടി പോകുന്ന സമയങ്ങളിൽ ആ വീട് പൊളിക്കുന്നു എന്നൊരവസ്ഥ വരുന്നത് വളരെ വിഷമമുണ്ടാക്കുന്നു, ഭയങ്കര അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്നൊരു സംഭവമായിരുന്നു. ഇത് നോക്കുമ്പോൾ എല്ലാത്തിലും ഒരു തരം ഒരേപോലെ മോഡസ് ഞങ്ങളെ ശ്രദ്ധയപ്പെട്ടു. ഞങ്ങളെല്ലാവരും പോലീസ് ടീമായിട്ട് ഞങ്ങളുടെ DCPയുടെ സ്പെഷ്യൽ സ്ക്വാഡുണ്ട്, അന്വേഷണ സംഘം, അവർ കൂടി മെഡിക്കൽ കോളേജ് സബ് ഡിവിഷനിലെ സ്ക്വാഡുണ്ട്. അതുപോലെ തന്നെ ചേവായൂർ പോലീസ് സ്റ്റേഷനിലെ IP മഹേഷും നിമിനും ഉള്ള ടീം വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തനം നടത്തി. വളരെ ദിവസങ്ങളോളം 2, 3, 4 പെട്രോളിംഗ് ടീമുകളായിട്ട് ബൈക്കിലും മഫ്റ്റിയിലായിട്ടും മറ്റു കാര്യങ്ങളായിട്ട് ഞങ്ങൾ ഫീൽഡിലുണ്ടായിരുന്നു. ഈ സമയത്ത് ഒരു വീട്ടിൽ മോഷണ ശ്രമം നടന്നതായിട്ട് കക്കോടി ഭാഗത്തൊരു വിവരം കിട്ടി. പെട്ടെന്ന് തന്നെ പോലീസ് അവിടേക്ക് മൂവ് ചെയ്തു. ആ സമയത്ത് നമുക്ക് ഒരു വണ്ടി ഉപേക്ഷിച്ച് പോയതായിട്ട് ഞങ്ങൾക്ക് വിവരം കിട്ടുകയും ആ വണ്ടിയെ പറ്റി അന്വേഷണം നടത്തുന്നുണ്ടായി. ആ വണ്ടിയെപ്പറ്റി അന്വേഷണം നടത്തിയതിൽ നമുക്ക് കിട്ടിയ ചെറിയൊരു വിഷ്വലിൽ ആ വണ്ടിയിൽ വന്ന ആൾ നമ്മൾ മോഷണത്തിൽപ്പെട്ട ഈ പരമ്പരയിൽപ്പെട്ട ആളാണ് എന്ന ഒരു വിശ്വാസത്തിൻ്റെ മുകളിൽ കൂടുതൽ അന്വേഷണം നടത്തിയതിൽ ആ വണ്ടിയുടെ നമ്പർ ഫേക്കായിരുന്നു. ആ ഫേക്ക് നമ്പർ വെച്ച വണ്ടി ഞങ്ങളുടെ യഥാർത്ഥ ഉടമസ്ഥനെ ഞങ്ങൾ കണ്ടെത്തി. പ്രൊസീജിയറിൽ കൂടുതൽ പറയുന്നില്ല. ആ ഉടമസ്ഥനെ കണ്ടെത്തി അയാളെ പറ്റി അന്വേഷിച്ചപ്പോൾ അയാൾ ആ വീട്ടിലില്ല, അയാൾ മിസ്സിംഗ് ആണ്. മറ്റ് കാര്യങ്ങളും കൂടി അന്വേഷിച്ചപ്പോൾ ഇയാളുടെ വിഷ്വൽസും അയാളുടെ ഫോട്ടോയും അയാളുടെ ടാലിയാണ്. അങ്ങനെ അയാളെ പറ്റി നമ്മൾ അന്വേഷണം നടത്തിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. പിന്നെ ടീമായിട്ട് തന്നെ പോലീസ് പല ഭാഗങ്ങളിൽ ഇവൻ അവിടുന്ന് രക്ഷപ്പെട്ടു പോയാൽ എത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മുഴുവൻ നോക്കുന്ന സമയത്ത് പാറക്കുളം ഭാഗത്ത് വെച്ചിട്ട് ഒരു ബൈക്കിൽ വരുന്നൊരാളെ, ഒരു ആക്റ്റീവയിൽ വരുന്ന ഒരാളെ സംശയം തോന്നി പോലീസ് കൈ കാണിച്ച് നിർത്തി. അപ്പോൾ അവനോട് രക്ഷപ്പെടാൻ നോക്കിയിരുന്നു. തടഞ്ഞു നിർത്തി നിമിനെ അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്തതിലാണ് ഇയാൾ തന്നെയാണെന്ന് മനസ്സിലായത്. അപ്പോൾ ആ വണ്ടി പുതിയൊരു മോഷണമായിരുന്നു. വേറെ സ്ഥലത്തുനിന്ന് മോഷ്ടിച്ചു കൊണ്ടിരുന്ന വണ്ടിയുമായിട്ടാണ് കിട്ടിയ എലത്തൂർ ഭാഗത്തു നിന്നുള്ള വണ്ടിയാണ്. അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഇപ്പോൾ നമുക്ക് പ്രാഥമികമായ ഭാഗങ്ങൾ എത്തിയിട്ടേ ഉള്ളൂ. ഇവിടെ ഇവൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഇവൻ്റെ കുറ്റസമ്മത മൊഴിയിൽ കുറേ 14ഓളം കേസുകൾ ഇവൻ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. അത് വലിയ മോഷണങ്ങളുണ്ട്, ചെറിയ മോഷണങ്ങളുണ്ട്, അറ്റംപ്റ്റുകളുണ്ട്, അതുപോലെ തന്നെ മദ്യക്കുപ്പികൾ എടുത്തുകൊണ്ടുപോയ കേസുകളുണ്ട്. ആ ഒരു നല്ലൊരു റിക്കവറി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അവന് പ്രതിയെ കൊണ്ട് റിക്കവറിക്ക് വേണ്ടി പോയിട്ടുണ്ട്. ആ റിക്കവറി കൂടി കഴിഞ്ഞതിന് ശേഷം കൂടുതൽ വിശദമായിട്ട് പറയാം. ഏതായാലും നമ്മുടെ ഒരു ഭീതിയിലായിരുന്ന കുറേ ദിവസങ്ങളായിട്ട് പോലീസിൻ്റെ വർക്കും കടത്തിയിരുന്ന ഒരു കള്ളനെ പിടിക്കാൻ കഴിഞ്ഞു എന്ന ചരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട്. അതിൽ നാട്ടുകാരുടെ കൂടി സഹകരണം ഉണ്ടായിരുന്നു. ഈ അവസരത്തിൽ പറയാനുള്ള ഒന്നുകൂടി, വീട് പൂട്ടി പോകുമ്പോൾ 10, 40, 25 പവനൊക്കെ വീട്ടിൽ വെച്ച് പോകുന്നവർ ഒന്നുകൂടി ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ പിടിക്കാം, പോലീസ് കേസ് പിടിക്കും. ഈ പിടിക്കുമ്പോൾ പലപ്പോഴും എത്രത്തോളം കിട്ടുമെന്ന കാര്യം ഉറപ്പില്ല, അവർ ചിലവാക്കി പോകും. ആ റിക്കവറി കിട്ടൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ കേസ് ഉണ്ടാകുന്നതിനേക്കാളേറെ വീടുകളിൽ അടച്ചുവിട്ട് പോകുന്ന സമയത്ത് പോലീസ് ആപ്പിൽ അറിയിക്കാനുള്ള സംവിധാനം ചെയ്യുക. അതോടൊപ്പം തന്നെ വീട്ടിൽ വലിയ സ്വർണ്ണ ശേഖരണങ്ങളൊക്കെ വെച്ച് വളരെ അലക്ഷ്യമായി പോകുന്നൊരവസ്ഥ ഉണ്ട്. അതും ഒരു ശ്രദ്ധയിൽ ഉണ്ടാവണം എന്നൊരു കൂടി അവയർനെസ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. പ്രതിയെ പിടിക്കുന്ന സമയത്ത് ഗോൾഡ് ഇല്ല. റിക്കവറി ഇനിയിപ്പോൾ അന്വേഷിച്ചിട്ട് പോകുന്ന കാര്യങ്ങളാണുള്ളത്. നമ്മുടെ ഇപ്പോഴത്തെ അന്വേഷണം പ്രാഥമിക അന്വേഷണമായിട്ടേ ഉള്ളൂ. ഇപ്പോഴത്തെ അന്വേഷണം മനസ്സിലാവുന്നത് ഇപ്പോൾ അടുത്ത കാലത്ത് തുടങ്ങിയ ഒരാളായിട്ട്, പുതിയ ആളായിട്ട്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. ഇയാളുടെ വിഷ്വൽ കിട്ടിയാൽ ഞങ്ങളുടെ കയ്യിൽ ഡാറ്റയിലുള്ള ആളല്ലായിരുന്നു. ചെയ്തു എന്ന് പറയുന്നത് കയ്യിലുണ്ടെന്ന് പറയുന്നുണ്ട്. അത് വടി എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അത് കിട്ടിയ ശേഷം ബാക്കി പറയാൻ പറ്റുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും പറയാം. നിലവിൽ ഈ കേസിലുള്ള ആൾക്ക് ബന്ധം കാണുന്നില്ല, വിഷ്വൽസുമായിട്ട് ബന്ധമില്ല. അത് അന്വേഷണത്തിന് ശേഷം മാത്രമേ പറയാൻ പറ്റൂ. ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇയാൾ 14 സ്ഥലത്തെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ആ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. ആ വെരിഫൈ ചെയ്ത് എത്രത്തോളം കേസിലുണ്ട്, കേസില്ലാത്തതാണ് കേസിലേക്ക് ബാക്കി നടപടിയിലേക്ക് വരും. അതെ, ആൾ അടച്ചിട്ട വീടുകൾ തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. അതെ, നമ്മൾ പല വീടുകളും പുറമേ ലോക്കിട്ട് പോയിട്ടുണ്ട്. അത് അല്ലെങ്കിൽ കുറച്ച് നേരം നോക്കിയാൽ തന്നെ അവർക്ക് അറിയാൻ പറ്റും. ഇവനൊരു ഇൻഡസ്ട്രിയൽ വർക്ക് നടത്തുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ
അവർ കുറച്ച് വളരെ വളരെ വിദഗ്ധമായി മറ്റുള്ളവരെക്കാൾ നന്നായിട്ട് ഇത്തരം കാര്യങ്ങൾ മുകളിലൂടെ കയറി പൊട്ടിക്കുന്ന രീതിയാണ് കൂടുതൽ കേസുകളിലും ഞാൻ അവലംബിച്ചിരിക്കുന്നത്. അത് അന്വേഷണം നടന്നതിന് ശേഷം പറയാം. ഇപ്പോൾ ഒരാളെ കിട്ടിയിട്ടുള്ളൂ, ബാക്കി നോക്കാം. അതെ അതെ, സാമ്പത്തിക പ്രശ്നം എന്നാണ് പറയുന്നത്. സ്വർണ്ണത്തിന് വില കൂടിയിട്ടുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് സാമ്പത്തികം തീർക്കാൻ വേണ്ടി ഏറ്റവും നല്ലത് സ്വർണ്ണം മോഷ്ടിക്കുകയാണെന്നുള്ള ഒരു മോട്ടീവാണെന്നാണ് ഇപ്പം പറയുന്നത്. കിട്ടുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ബാക്കി ഇതിൽ പറഞ്ഞ കുറേ സാധനങ്ങൾ പറയുന്നുണ്ട്. അത് റിക്കവറി ശേഷം ഞങ്ങൾ കൂടുതൽ പറയാം. ഇപ്പോൾ നിലവിൽ ഒരാളാണ് ഉള്ളത്. കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആയിട്ടില്ല, ഇന്നലത്തെ ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. അത് ഞങ്ങൾ എന്തായാലും പോലീസ് പിന്നാലുണ്ട്. അവർ മോഷ്ടിക്കട്ടെ, ഞങ്ങൾ പിടിക്കുക തന്നെ ചെയ്യും. നമുക്ക് വേണ്ട കാര്യം ഒരു പ്രിവെൻഷൻ എന്ന രീതിയിലുള്ള ഒരു സാധനം കൂടി നമുക്ക് നോക്കുന്ന രീതിയിലേക്ക് നമ്മളുണ്ട്. നമ്മൾ എല്ലാ സ്ഥലത്തും പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. റെസിഡൻസ് അസോസിയേഷനുകളിൽ ഞങ്ങൾ പ്രത്യേക നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഓരോ റെസിഡൻസ് അസോസിയേഷനും ജാഗ്രതയോടുകൂടി നിൽക്കുന്നുണ്ട്. ഉണ്ടെന്നറിയാം, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇവൻ കുറ്റസമ്മത മൊഴിയിൽ പറഞ്ഞിരിക്കുന്നതാണ്. അതിൽ കുറേ എണ്ണം വെരിഫൈ ചെയ്തതിൽ അത് അവിടെ തമിഴിൽ പോയിട്ടുണ്ട്. ഇനി അതും ഇവൻ്റെ സാന്നിധ്യവും ഞങ്ങൾക്ക് കൂടുതൽ വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. ഇപ്പം ഞങ്ങൾ തുടക്കമായതുകൊണ്ട് കൂടുതലായിട്ട് പറയാം. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വാഹനം മോഷ്ടിച്ച വാഹനമാണ് കൈ കിട്ടിയിരിക്കുന്നത്.